ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗ്രാന്റ് സ്കോളർഷിപ്പിന് എങ്ങനെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം എന്നതാണ്. കേരള സർക്കാരിന്റെ SC, ST, OBC, OEC മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കായി നൽകുന്ന വിദ്യാഭ്യാസ സഹായമാണ് ഗ്രാന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൺലൈനായി ഗ്രാന്റ് സ്കോളർഷിപ്പിന്റെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ആർക്കെല്ലാമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്കും SC, ST, OBC, OEC മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും സർക്കാർ സർവകലാശാല അംഗീകൃത കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്നവർക്കും മെറിറ്റ് റിസർവേഷൻ സീറ്റിലൂടെ പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ആപ്ലിക്കന്റിന്റെ ഫോട്ടോഗ്രാഫ്, ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, അപേക്ഷകന്റെ പേരിൽ അഥവാ വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്ക്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അഡ്മിഷൻ മെമ്മോ, മുൻവർഷങ്ങളിലെ പാസ്ഔട്ടായ മാർക്ക് ലിസ്റ്റ്, ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ ഹോസ്റ്റൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമാണ്. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഗ്രാന്റ്സ് എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓപ്പണായി വരുന്ന പേജിലെ egrants.kerala.gov.in എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ശേഷം വരുന്ന പേജിൽ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കന്റിന്റെ ആധാർ നമ്പറും പേരും കൃത്യമായി നൽകുക. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് വാലിഡേറ്റ് ആധാർ എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വിവരങ്ങൾ നൽകി പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആധാർ കാർഡും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ സ്റ്റുഡന്റ് ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിലവിലെ ആധാർ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. പാസ്വേഡ് അറിയില്ല എങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകിയതിനു ശേഷം അപേക്ഷകന്റെ ആധാർ നമ്പറും ഓൾറെഡി മുൻപ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയിരുന്ന ഫോൺ നമ്പറും കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. ശേഷം റിക്വസ്റ്റ് ന്യൂ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുൻപ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയിരുന്ന ഫോൺ നമ്പറിലേക്ക് പുതിയ പാസ്വേഡ് ലഭിക്കുന്നതാണ്. ഈ ഒരു പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ഞാനിവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് പുതിയ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പാസ്വേഡ് റീസെറ്റ് ആയി എന്നുള്ള മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും ഒന്നും കൂടി ആധാർ നമ്പറും പുതിയതായി ലഭിച്ചിരിക്കുന്ന പാസ്വേഡും കൊടുത്തതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓൾറെഡി മുൻപ് രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ നിലവിലെ വിവരങ്ങൾ ഇതുപോലെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും നിലവിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വിവരങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ്. ഓൾറെഡി ഉള്ള പ്രൊഫൈലിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെയിം ആസ് പെർ അഡ്മിഷൻ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ പേര് അപ്ലിക്കന്റിനെ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. റിലീജിയൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആനുവൽ ഇൻകം അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആനുവൽ ഇൻകം കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ശേഷം താഴെ വരുന്ന ഭാഗത്ത് പെർമനന്റ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഹൗസ് നെയിം, ലോക്കൽ പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, വില്ലേജ്, പിൻകോഡ്, താലൂക്ക്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി നെയിം, അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലം, ലോകസഭാ മണ്ഡലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുക. പെർമനന്റ് അഡ്രസ്സ് നൽകിയതിനു ശേഷം പ്രസന്റ് അഡ്രസ്സ് നൽകുക. സെയിം ആസ് ആണ് എങ്കിൽ അഥവാ 2-3 തന്നെയാണെങ്കിൽ സെയിം ആസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകിയാൽ മതിയാകും. ശേഷം വരുന്ന അതർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ഈസ് ഓർഫൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. അനാഥനാണെങ്കിൽ മാത്രമേ എസ് കൊടുക്കാവൂ, ഇല്ല എങ്കിൽ നോ എന്ന് കൊടുക്കുക. സ്റ്റേറ്റ് വെദർ സ്റ്റുഡന്റ് ലോസ്റ്റ് ഫാദർ ഓർ മദർ എന്നുള്ള ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അച്ഛനോ അമ്മയോ മരിച്ചവരാണെങ്കിൽ മാത്രം എസും, ഇല്ലാത്തവർ നോ എന്നും കൊടുക്കുക. ഗാർഡിയന്റെ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് നൽകുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ നിലവിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഇതിനായിട്ട് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഓൺ ഗോയിങ് സ്റ്റുഡന്റ് എന്നുള്ള ഓപ്ഷനാണ്. അതിനുശേഷം വരുന്ന ഭാഗത്ത് കേരളത്തിനകത്തുള്ളത് എന്ന് സെലക്ട് ചെയ്യുന്നതിനായിട്ട് ഇൻസൈഡ് കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന ഡിസ്ട്രിക്ട് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്കൂൾ ഓർ കോളേജ് ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായ HSC കോളേജ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. വിവരങ്ങൾ കൃത്യമായി സെലക്ട് ചെയ്താൽ മാത്രമാണ്
നമുക്ക് നിലവിൽ സ്കോളർഷിപ്പ് അനുവദിച്ച് ലഭിക്കുക. ഇതുകൊണ്ട് തന്നെ നൽകുന്ന വിവരങ്ങൾ കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സെലക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഓപ്ഷനിൽ നിന്നും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വരുന്ന ഭാഗത്ത് സെലക്ട് കോഴ്സ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനാണ്. അതായത് ഏത് കോഴ്സാണോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നത് ആ ഒരു കോഴ്സിന്റെ ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്ത് നൽകേണ്ടത്. അതിനുശേഷം സെലക്ട് കോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ എത്ര വർഷത്തെ കോഴ്സാണ് പഠിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകുക. ഞാനിവിടെ കോഴ്സിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഭാഗത്ത് സെലക്ട് കോഴ്സ് ഇയർ എന്നുള്ളതാണ്. 1ാം വർഷ വിദ്യാർത്ഥിയാണെങ്കിൽ ഫസ്റ്റ് ഇയർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അഡ്മിഷൻ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അഡ്മിഷൻ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത ഡേറ്റും കൃത്യമായി സെലക്ട് ചെയ്ത് നൽകിയതിനു ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിലവിലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിവരങ്ങൾ ഹോം പേജിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വന്നിട്ടില്ല എങ്കിൽ പേജ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ഒന്നും കൂടി ഇതുപോലെ തന്നെ ക്ലിക്ക് ഹിയർ ടു അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഗ്രാൻസിന്റെ സൈറ്റിൽ ചില സമയങ്ങളിൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്നും കൂടി വിവരങ്ങൾ നൽകിയാൽ മതിയാകും. ഞാനിവിടെ സൈറ്റ് എറർ ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി ലോഗിൻ ചെയ്യുന്നുണ്ട്. ശേഷം വരുന്ന ഭാഗത്ത് ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രൊഫൈൽ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്ത് നൽകുക. അതിനുശേഷം ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിലവിൽ കംപ്ലീറ്റ് ചെയ്ത കോഴ്സിന്റെ വിവരങ്ങളാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടത്. അതായത് ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ SSLCയുടെയും +2ന്റെയും വിവരങ്ങളാണ് നൽകേണ്ടത്. കാരണം അപ്ഡേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ ഏതാണോ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റും സൈറ്റിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഡിഗ്രിക്ക് ശേഷം മറ്റേതെങ്കിലും കോഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ SSLCയും +2ഉം ഡിഗ്രിയുടെ വിവരങ്ങളുമാണ് നൽകേണ്ടത്. ഞാനിവിടെ ഡിഗ്രിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഏതാണോ പഠിച്ചിരിക്കുന്ന കോഴ്സിന്റെ വിവരങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് നൽകുക, കോഴ്സ് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ സ്ട്രീം ഫോർ എക്സാമ്പിൾ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ BComന് ഏത് സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നതെന്ന് കൊടുക്കുക. +2 ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ് അതിലേതാണ് എന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നൽകുക. രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് നൽകുക. പഠിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് കൊടുക്കുക. അതിനുശേഷം യൂണിവേഴ്സിറ്റി ബോർഡ് ഏതാണോ വരുന്നത് അത് കൃത്യമായിട്ട് നൽകുക. +2ന്റെ വിവരങ്ങളാണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ രജിസ്റ്റർ നമ്പർ കൊടുത്തതിന് ശേഷം വരുന്ന ഭാഗത്ത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും അതിന് തൊട്ട് താഴെ ബോർഡ് നെയിമുമാണ് കൊടുക്കേണ്ടത്. +2 പഠിക്കുന്നവർക്ക് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. SSLC ആണെന്നുണ്ടെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. പെർസെൻറ്റേജ് കൃത്യമായിട്ടൊന്ന് നൽകുക. പാസ് ഔട്ടായ മാസവും വർഷവും സെലക്ട് ചെയ്ത് നൽകിയതിന് ശേഷം അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ഏത് ക്വാളിഫിക്കേഷൻ വിവരങ്ങളാണോ ആഡ് ചെയ്ത് നൽകിയിരിക്കുന്നത് ആ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ 200 KB കുറവായിട്ട് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. വിവരങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൃത്യമായി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആഡ് ചെയ്ത് നൽകുന്ന ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ സൈറ്റിലേക്ക് അപ്ഡേറ്റ് ആവുന്നതാണ്. പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ ഇവിടെ കൃത്യമായിട്ട് വരുന്നതാണ്. അതിനുശേഷമാണ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത്. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് സൈഡിലായി നൽകിയിരിക്കുന്ന അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. 1 മുതൽ 10 വരെ വരുന്ന കാറ്റഗറി പ്രീ മെട്രിക്കും 10ന് ശേഷം വരുന്നത് പോസ്റ്റ് മെട്രിക്കും എന്നുമാണ് അറിയപ്പെടുന്നത്. ശേഷം വരുന്ന പേജിൽ പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ അലോട്ട്മെന്റ് മെമ്മോ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി നൽകേണ്ടതാണ്. പ്രീവിയസ് സ്റ്റഡീഡ് കോഴ്സ് ഡീറ്റെയിൽസും ഇവിടെ നൽകേണ്ടതാണ്. മോഡ് ഓഫ് അക്കോമഡേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ മാത്രം ഹോസ്റ്റലർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഡെയിലി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വ്യക്തികളാണെങ്കിൽ ഡേ സ്കോളർ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്.
ഇത് മോർ ദാൻ 8 കിലോമീറ്റേഴ്സും ലെസ് ദാൻ 8 കിലോമീറ്റേഴ്സും ഓപ്ഷൻ അവൈലബിൾ ആണ്. ഏതാണോ വരുന്നത് അത് കൃത്യമായിട്ടൊന്ന് ചൂസ് ചെയ്ത് നൽകുക. ലാസ്റ്റ് പഠിച്ചിരിക്കുന്ന കോഴ്സിന്റെ വിവരങ്ങളും പാസ് ഔട്ടായ ഇയറും പെർസെൻറ്റേജും ലാസ്റ്റ് ഇയർ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ പാസ്ഡ് എന്നുള്ള ഓപ്ഷനും കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുക. വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകിയതിന് ശേഷം മാത്രം സൈറ്റിലേക്ക് ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. വെദർ ദർ ഈസ് എ ബ്രേക്ക് ഓഫ് സ്റ്റഡി വിത്ത് പ്രീവിയസ് കോഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മുൻ വർഷത്തിൽ കോഴ്സ് എന്തെങ്കിലും കാരണത്താൽ നിർത്തിവെച്ചിട്ടുള്ളവർ അഥവാ ഒരു വർഷം ബ്രേക്ക് വന്നിട്ടുള്ളവരാണെങ്കിൽ മാത്രം എസ് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. വെദർ ദി ആപ്ലിക്കന്റ് ഈസ് ഇൻ റെസിപ്റ്റ് ഓഫ് എനി അതർ സ്കോളർഷിപ്പ് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എസ് കൊടുക്കുക. അല്ലാത്തവരൊക്കെ നോ എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. എല്ലാ വിവരങ്ങളും വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം കൃത്യമായി ആൻസർ ചെയ്യുക. ശേഷം ആപ്ലിക്കന്റിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അലോട്ട്മെന്റ് മെമ്മോ, ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ് എങ്കിൽ മാത്രം ഹോസ്റ്റലിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, മറ്റെന്തെങ്കിലും രേഖകൾ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ, വൈകല്യങ്ങൾ ഉള്ളവരാണെങ്കിൽ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസും കൃത്യമായി അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ PDF ഫോർമാറ്റിൽ സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 200 KB കുറവ് PDF ഫോർമാറ്റിൽ സൈറ്റിലേക്ക് ഓരോ ഫയലുകളും കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 3 വർഷം വരെയാണ്. വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷമാണ്. വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെ സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റിനും ഒക്കെയുള്ള അപേക്ഷകൾ ഈ ഡിസ്ട്രിക്റ്റിന്റെ പോർട്ടൽ വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നൽകിയിരിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തതിന് ശേഷം പേജിന്റെ താഴെയായി കൊടുത്തിരിക്കുന്ന സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷാ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രിന്റ് ഔട്ട് എടുക്കുക. എടുക്കുന്ന പ്രിന്റ് ഔട്ടിൽ കൃത്യമായി ഫോട്ടോ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വന്നിട്ടില്ല എങ്കിൽ പ്രൊഫൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നൽകിയതിനു ശേഷം മാത്രം പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജനറേറ്റ് ഫ്രീ ഷിപ്പ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ SC ST OBC തുടങ്ങിയ കാറ്റഗറിക്ക് ലഭിക്കുന്ന ഫ്രീ ഷിപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫോമുകളും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കൃത്യമായി ഇൻസ്റ്റിറ്റ്യൂഷൻ സബ്മിറ്റ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.